എളുപ്പത്തിലൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ രുചിയേറിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം. അധികം ഒന്ന് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്ന് ആ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കട്ട്ലറ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് മസാലാസ് ആഡ് ചെയ്യണം. അതായത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ക്രഷ് ചെയ്ത പെപ്പർ, അത്രയും മാത്രം മതി, വേറെ മസാലാസ് ഒന്നും വേണ്ട. അതും കൂടെ ഇട്ട് നമുക്ക് അതിനെ ചെറിയ തീയിൽ തന്നെ അതിനെ വഴറ്റി എടുക്കാം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ മസാലാസൊക്കെ റെഡിയായി. ഇനി നമുക്കതിന് വെജിറ്റബിൾസ് ഏകദേശം 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ബീൻസും കുഞ്ഞതായിട്ട് അരിഞ്ഞത് വേണം ചേർക്കാനായിട്ട്. അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സവോളയിലും ഇതൊക്കെ കിടന്ന് അതിനെ ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഈ ബീൻസിനും ക്യാരറ്റിനും കുറച്ച് വേവുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. ഇത് കുറച്ച് വേവേണ്ട വെജിറ്റബിൾസ് ആയതുകൊണ്ടാണ് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഗ്രീൻ പീസ്, ഏകദേശം 1 കപ്പോളം ഗ്രീൻ പീസ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബേബി കോൺ ചെറുതായിട്ട് അരിഞ്ഞത് അതും 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത്. ഗ്രീൻ പീസിൻ്റെയും കോണിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ നന്നായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെജിറ്റബിൾസ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ ലിസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് തീർന്നിട്ടില്ല. കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ ചീരയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ എന്തെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ചീരയ്ക്കൊന്നും അധികം വേവില്ല. ചീര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ അത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി അടുപ്പ് ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച പുഴുങ്ങിയ ഒരു ഉരുളക്കിഴങ്ങ്, ഏകദേശം 3 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കൈകൊണ്ട് ഉടച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 1 കപ്പ് അവൽ, നമ്മൾ നല്ല വെളുത്ത അവൽ, അതായത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം 1 കപ്പോളം അവൽ ഒന്ന് പൊടിച്ചത്, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചതും കൂടെ നമുക്ക് ഈ കട്ട്ലറ്റിൻ്റെ കൂടെ മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും അവൽ പൊടിച്ചതും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരിക വെജിറ്റബിൾ കട്ട്ലറ്റ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്കതിനെ ഓരോ ഉരുളകളായിട്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ആ മിക്സ്ചറിനെ എല്ലാം ഞാൻ റൗണ്ട് ഷേപ്പിൽ ഉരുളകളായിട്ട് കട്ട്ലറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്കതിന് റൊട്ടിപ്പൊടിയിലും മുട്ടയിലും മുക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം മുട്ടയിൽ മുക്കുക. മുട്ടയിൽ മുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലേറ്റിൽ റൊട്ടിപ്പൊടി ഇങ്ങനെ പരത്തി വെക്കുക, അതിനകത്ത് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കതിനെ ആ റൊട്ടിപ്പൊടി അതിൻ്റെ മുകളിൽ ഫുൾ കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ പിടിപ്പിച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ആ റൊട്ടിപ്പൊടിയും എഗ്ഗും കവർ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കട്ട്ലറ്റും എഗ്ഗും റൊട്ടിപ്പൊടിയും മുക്കി റെഡിയാക്കിയിട്ട് പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കിയ വെജിറ്റബിൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്നും പെട്ടെന്ന് ഇളക്കരുത്, ഒരു 2 മിനിറ്റ്സ് ഒരു സൈഡൊന്ന് ബ്രൗൺ ആവാനായിട്ട് അനുവദിക്കണം. എന്നിട്ട് 2 സൈഡും നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് അതിനെ വറുത്ത് കോരാം. ഇപ്പോൾ എല്ലാവരും പഠിച്ചല്ലോ എങ്ങനെയാണ് എളുപ്പത്തിലൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന്. പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റായിട്ട് എല്ലാ വെജിറ്റബിൾസും നമുക്ക് കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എൻ്റെ കട്ട്ലറ്റ് ഒരുമാതിരി മൊരിഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ ഒന്ന് മൊരിയാനുണ്ട്, നല്ലൊരു ബ്രൗൺ ആവണം, അപ്പോഴാണ് മൂന്ന് വശം നല്ല മൊരിഞ്ഞ് വരുള്ളൂ. ഉണ്ടോ, ഇപ്പോൾ ഏകദേശം എൻ്റെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്തോട്ട് അതിനെ റെഡിയാക്കി വെക്കാം. ഒന്ന് ആറി കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും.